ബലാത്സംഗ കേസിൽ മുകേഷ് എം.എൽ.എയെ പിന്തുണച്ച് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. മുകേഷ് എം.എൽ.എ സ്ഥാനത്ത് തുടരുമെന്ന് എം.വി. ഗോവിന്ദൻ. മുകേഷിന്റെ കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെയെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഒരാൾ പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കോടതിയിലെ കൈകാര്യം ചെയ്യുക. കോടതി കൈകാര്യം ചെയ്യട്ടെ. അതേ ആർക്കെതിരായിട്ടും കോടതിയിലെ കൈകാര്യം ചെയ്യേണ്ടത്. കോടതി കൈകാര്യം ചെയ്ത് വരട്ടെ. ഞങ്ങൾ മുമ്പേ പറഞ്ഞില്ലേ, കോടതിയുടെ നിലപാട് സ്വീകരിക്കട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. മുകേഷിന്റെ വിഷയത്തിൽ പാർട്ടിയും സർക്കാരും ഉചിതമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാ ഗതികളും മനസ്സിലാക്കി വേണ്ടി നിലപാട് സ്വീകരിക്കാൻ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നു. എല്ലാ കാര്യങ്ങളിലും ശരിയായ നിലപാട് മാത്രമേ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ, പാർട്ടിയുടെ മുമ്പാകെ കാര്യങ്ങൾ വരുമ്പോൾ ശരിയായ നിലപാട് പാർട്ടി സ്വീകരിക്കും. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂറാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, എന്തായാലും ഇപ്പോൾ എം.വി. ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുകേഷ് എം.എൽ.എ സ്ഥാനത്ത് തന്നെ തുടരും എന്നുള്ളതാണ്. എന്നാൽ ഇ.പി. ജയരാജൻ പറയുന്നത് പാർട്ടിയുടെ മുന്നിൽ വരുമ്പോൾ അതിൽ തീരുമാനമുണ്ടാകും എന്നാണ്. ഇതിൽ പാർട്ടി ഇനി എത്രമാത്രമാകും ഇക്കാര്യത്തിൽ പ്രതിരോധത്തിൽ ആകുക? സ്വാതി, ഏതായാലും ഈ വിഷയത്തിൽ സിപിഐഎമ്മിന്റെ നിലപാട് വ്യക്തമാണ്. എം.വി. ഗോവിന്ദൻ മാഷ് തന്നെ പറയുന്നത് പോലെ നേരത്തെ എടുത്ത ആ നിലപാടിൽ നിന്ന് ഒരു മാറ്റവും സിപിഐഎമ്മിന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു. ആ കുറ്റപത്രത്തിൽ മുകേഷിനെതിരെ കൃത്യമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. അപ്പോഴും മുകേഷ് എം.എൽ.എ സ്ഥാനത്ത് തന്നെ തുടരും എന്ന നിലപാട് ആവർത്തിക്കുകയാണ് എം.വി. ഗോവിന്ദൻ എന്നുള്ളതാണ് ഏറ്റവും. കോടതിയുടെ പരിഗണനയിൽ കാര്യങ്ങൾ വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കാമെന്നൊരു നിലപാട് സിപിഐഎം എടുക്കുന്നു. എം.വി. ഗോവിന്ദൻ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇതാണ്, നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, അതിൽ കുറ്റക്കാരനാണെന്ന് തെളിയട്ടെ, അങ്ങനെയെങ്കിൽ മറ്റ് നടപടികളെക്കുറിച്ച് ആലോചിക്കാം എന്നതാണ് സിപിഐഎമ്മിൻ്റെ നിലപാട്. ഇ.പി. ജയരാജനും പറഞ്ഞു വയ്ക്കുന്നത് മറ്റൊന്നല്ല, ഇത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പാർട്ടിയുടെയോ പരിഗണനയിലേക്ക്, ശ്രദ്ധയിലേക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ആ ഘട്ടത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഇ.പി. ജയരാജനും പറയുന്നത്. അപ്പോൾ മുകേഷ് എം.എൽ.എക്ക് പൂർണ്ണമായ പിന്തുണ ഈ ഘട്ടത്തിലും നൽകുന്ന നിലപാട് തന്നെയാണ് സിപിഐഎമ്മിൻ്റേത്. പക്ഷേ ഈ ഒരു നിലപാടിൽ എത്ര കാലം സിപിഐഎമ്മിന് ഇങ്ങനെ മുന്നോട്ട് പോകാനാവുമെന്ന കാര്യം സംശയമാണ്. കാരണം സ്ത്രീപക്ഷ രാഷ്ട്രീയമൊക്കെ ഉയർത്തിപ്പറയുന്ന സിപിഐഎമ്മാണ്. അവരുടെ ഒരു എം.എൽ.എക്കെതിരെയാണ് ഈ പീഡന പരാതി വരുന്നത്. ആ പീഡന പരാതിയിൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ സിപിഐഎമ്മിൻ്റെ വാദങ്ങൾക്ക് അല്ലെങ്കിൽ മുകേഷിൻ്റെ വാദങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. അതങ്ങനെ ഒരു ആരോപണം എന്ന നിലയിൽ അങ്ങനെ നിലനിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയാണ് കോടതിയിൽ. അതിൽ കൃത്യമായ തെളിവുകളുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴും മുകേഷ് എം.എൽ.എ ആയി തന്നെ തുടരും, അല്ലാതെ എവിടെ പോകാൻ എന്ന ചോദ്യം എം.വി. ഗോവിന്ദൻ മാഷ് ഇപ്പോൾ ചോദിക്കുന്നത് എത്ര കാലം അങ്ങനെ ആവർത്തിക്കാൻ കഴിയുമെന്നുള്ളതൊരു സംശയം തന്നെയാണ്. ഏതായാലും സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ എന്താണ് ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്ന നിലപാടെന്നത് സ്വാതി പറഞ്ഞതുപോലെ ശ്രദ്ധേയമാകാൻ തന്നെ പോകുന്നുണ്ട്. ശരി നിഖിൽ, എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയുള്ള നിലപാടുകൾ തന്നെയായിരിക്കും ഏറ്റവും ശ്രദ്ധേയം.